ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ വരുന്നത്. ഇവിടെ ഞാൻ വന്നത് പ്രധാനമായിട്ടും എസ്ബി കോളേജിന്റെ അലുമിനൈ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ഷിക്കാഗോയില് എസ്ബി അസംഷൻ അലുമിനൈ മീറ്റ് ഞങ്ങൾ കൂടുകയുണ്ടായി. ആ ഒരു മീറ്റിംഗിൽ കാർഡിനൽ ജോർജ് കുവക്കാട്ടും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഹ്യൂസ്റ്റണിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു അലുമിനൈ ഗ്യാതറിങ് ഇപ്പോൾ നടക്കുന്നു. വളരെ ഊഷ്മളമായിട്ടുള്ള സന്തോഷനിർഭരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഇനി ഞാൻ ന്യൂജേഴ്സിയിൽ പോകുന്നു. അവിടെ ഇതുപോലെ തന്നെ ഒരു ഗ്യാതറിങ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സന്തോഷം. എസ് ബിയിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് പഠിച്ചവരുള്ള ആ വലിയ ഒരു സന്തോഷത്തിന്റെ ആ ഒരു അനുഭവം ആസ്വദിക്കാൻ സാധിച്ചതിൽ എനിക്കും വലിയ ഒരു അഭിമാനവും നന്ദിയുമുണ്ട്. Yeah, it's a joy to be with all the SB alumni. എല്ലാവർക്കും എല്ലാ ആശംസകളും. Thank you. It was nice meeting you all. Thank you. എൻ്റെ സ്വദേശം കുട്ടനാട്ടിൽ നെടുമുടിയാണ്. ഞാൻ പഠിച്ചത് മദ്രാസ് ലയോള കോളേജിലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിലുമാണ്. ഞാൻ എസ് ബി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലാണ്. എൻ്റെ അടുത്തിരിക്കുന്ന സായനച്ചൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഞങ്ങൾ ക്ലാസ്മേറ്റ്സുമാണ്. ഒരുമിച്ച് പട്ടം സ്വീകരിച്ചവരാണ്. അച്ഛൻ ഞങ്ങളുടെ മൈനസിൻ്റെ റെക്ടറായിരുന്നു. ഇപ്പോൾ ഹ്യൂസ്റ്റൺ പള്ളിയിലെ വികാരിയച്ഛനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കുറിച്ചി സമയം മൈനസ് സെമിനാരി പഠിച്ചവരാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. സോ 1987 തുടങ്ങി, 97 ഓർഡൈൻ ചെയ്തു. അതെ അതെ, ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ. ഞാൻ ഇതിനു മുമ്പ് അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ പ്രിൻസിപ്പലാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആള് റവറൻഡ് ഫാദർ റെജി പ്ലാത്തോട്ടം. ഞാൻ പഠിച്ചത് എൻ്റെ മാസ്റ്റേഴ്സും എംഫിലും ഡോക്ടറേറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്. പക്ഷെ അത് കൂടാതെ ഞാൻ ഫിലോസഫിയിലും സൈക്കോളജിയിലും ഓരോ മാസ്റ്റേഴ്സ് ബിരുദങ്ങൾ എടുത്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ എസ്ബി കോളേജുണ്ട്, അസംഷൻ കോളേജുണ്ട്, MSS കോളേജുണ്ട്, കോട്ടയത്ത് പല കോളേജുകളുണ്ട്. അച്ഛൻ ഏതൊക്കെ ക്യാമ്പസിൽ പോയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്? ഞാൻ കേരളത്തിലെ ഒത്തിരി കോളേജുകളിൽ പല ആവശ്യങ്ങൾക്കും വേണ്ടി പോയിട്ടുണ്ട്. ഈ തൊട്ടടുത്ത അസംഷൻ കോളേജിൽ ഞാൻ ഒരു 3.5 വർഷത്തോളം പഠിപ്പിച്ചിരുന്നു. ഈ ഒരു ക്യാമ്പസിൽ ഞാൻ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20-ലധികം വർഷങ്ങളായി. ദീർഘകാലം അവിടെ സെന്റ് ജോസഫ്സ് ഹോസ്റ്റലിലെ വാർഡനായിരുന്നു ഞാൻ. അങ്ങനെ പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. യഥാർത്ഥത്തിൽ ഓട്ടോണമസ് കോളേജിലെ പ്രിൻസിപ്പൽമാർക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കൺഫേംഡ് അപ്രൂവ്ഡ് പ്രിൻസിപ്പലാണ്. അപ്പം അങ്ങനെയുള്ള പ്രിൻസിപ്പൽമാർക്ക് യഥാർത്ഥത്തിൽ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധം തുടരുന്നതിനും പഠിപ്പിക്കുന്ന വിഷയത്തോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടും ഞാൻ ഇപ്പോഴും കുറച്ച് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, പ്രത്യേകിച്ചും പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക്. ഞാൻ സാധാരണ പഠിപ്പിക്കുന്ന ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് ആണ്. പിന്നെ മെറ്റഫിസിക്കൽ പോയട്രി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ റൊമാൻറ്റിക് പോയട്രി പഠിപ്പിക്കുമായിരുന്നു, വിക്ടോറിയൻ പോയട്രി പഠിപ്പിക്കുമായിരുന്നു, യൂറോപ്യൻ പോയട്രി പഠിപ്പിക്കുമായിരുന്നു. പോയട്രി എനിക്കിഷ്ടമുള്ളൊരു മേഖലയാണ്. അതോടൊപ്പം തന്നെ ഷേക്സ്പിയർ നാടകങ്ങൾ ഞാൻ ഡിഗ്രി തലത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. കിങ് ലിയറും മാക്ബത്തും ജൂലിയസ് സീസറും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ വളരെ അർത്ഥവത്തായിട്ടുള്ള 2 വരികളാണ്. ഞാൻ എക്കണോമിക്സ് ആണ് പഠിച്ചത്. സോ ആക്ച്വലി ഐ സ്റ്റഡിഡ് ഇൻ നാഗ്പൂർ, മൈ കോളേജ് ആൻഡ് ഓൾ. സോ യൂഷ്വലി ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിടാറുണ്ട്. സോ ഐ ഡിഡ് മൈ കോളേജ് then I did my theology. So I was out of Kerala actually. How long you were in Nagpur? 3 years. 3 years. Marathi malum കുച്ച് ഹിന്ദി മാലും. ഓക്കെ. എവിടെയൊക്കെ പോയിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ?
നോർത്ത് ഇന്ത്യയിലെല്ലാം മിക്കവാറും ട്രാവൽ ചെയ്യാറുണ്ട്. കാരണം ദിവാലി ഹോളിഡേയ്സിനൊക്കെ ഞങ്ങൾ ട്രെയിനിൽ ഞങ്ങൾക്ക് കൺസെഷൻ കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫോർ ആൻ എക്സ്പീരിയൻസ് വി യൂസ് ടു ട്രാവൽ ചെയ്യാം. അമേരിക്ക വന്നിട്ട് എത്ര നാളെയായി? ഞാൻ 2021 വന്നു. ഇവിടെ ഏത് 2003 ഓൺവേർഡ്സ് വരുമായിരുന്നു കവർ ചെയ്യാനായിട്ട് പരീക്ഷകളിലൊക്കെ. പക്ഷേ സ്ഥിരമായിട്ട് ഇപ്പോൾ 21 വന്നു. ഞാൻ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലെ പള്ളിയിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു. എത്ര നാളായി ഹ്യൂസ്റ്റൺ വന്നിട്ട്? ഹ്യൂസ്റ്റണിൽ ഇപ്പോൾ 1 വർഷം. ഇഷ്ടപ്പെട്ടു അച്ഛന്? സന്തോഷമാണ് എനിക്ക്. അതെ, കാലിഫോർണിയയും ഹ്യൂസ്റ്റണും തമ്മിലുള്ള വ്യത്യാസം എന്താ? പാരീഷ് എല്ലാ സ്ഥലവും യുണീക്ക് ആണല്ലോ. കുർബാന എല്ലാം ഒന്ന് തന്നെ. നന്മയും എല്ലാം ഉണ്ട്. എന്നാലും ഇഷ്ടപ്പെട്ടു. ഈ വർഷത്തെ അലുമിനെ എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റ്? നന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത്. ഇറ്റ്സ് എ ഗുഡ് ബിഗിനിങ് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വിൽ കണ്ടിന്യൂ റിയലി വെൽ. പ്രിൻസിപ്പൽ അച്ഛൻ ഹ്യൂസ്റ്റണും അമേരിക്കയൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു? നല്ല സ്ഥലം. ഞാൻ വർഷങ്ങളായിട്ട് ഈ അമേരിക്കൻ കൾച്ചറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ അമേരിക്കൻ ലിറ്ററേച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സുകളിൽ. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ പലയിടത്തും യാത്ര ചെയ്യുമ്പോൾ ഈ സ്ഥലനാമങ്ങളെല്ലാം ഞാൻ ഈ അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ കവിതകളിലും നോവലുകളിലുമൊക്കെ കേട്ട് പരിചയമുള്ള സ്ഥലനാമങ്ങളാണ്. ഞാൻ സാലിസ്ബറി താമസിച്ചിരുന്നു, അത് നേരത്തെ കേട്ടിട്ടുണ്ട്. ഹ്യൂസ്റ്റനും അതുപോലെ തന്നെ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതകളും ഇ കമ്മിങ്സ്, വാലസ് സ്റ്റീഫൻസ് ഇങ്ങനെയുള്ളവരുടെയൊക്കെ കവിതകളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ട്രാൻസെൻഡൻ്റൽ ഫിലോസഫിയിലെ ഫിലോസഫേഴ്സിൻ്റെ എസ്സൈസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എമേഴ്സനെയും തോറോയൊക്കെ ഞാൻ പലപ്പോഴും എൻ്റെ പഠന വിഷയമാക്കിയിട്ടുണ്ട്. ക്ലാസ്സുകൾ അവരുടെ എസ്സൈസിനെ കുറിച്ച് എടുത്തിട്ടുമുണ്ട്. ഇപ്പം വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ, അച്ഛൻ ഏതെങ്കിലും മാച്ച് കാണാൻ പറ്റിയോ? എനിക്ക് ഇൻഫാക്ട് സെമി ഫൈനൽ കാണാൻ പറ്റി. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഡാലസിലെ? ഞാനത് കണ്ടത് വാഷിംഗ്ടൺ DC വെച്ചാണ്. ഞാൻ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം ലൈവായിട്ടുള്ളത്? നോട്ട് ലൈവ്. അച്ഛൻ സ്റ്റേഡിയത്തിൽ പോയോ? ഇല്ല. ഓക്കെ ഓക്കെ. ടിക്കറ്റിൻ്റെ അടുത്ത് പോയില്ല, മാച്ച് കണ്ടതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അച്ഛൻ എങ്ങനെയാ ഫുട്ബോൾ പ്രേമൊക്കെ? യൂഷ്വലി ഐ വാച്ച് ഫുട്ബോൾ. ഈവൻ ഞാൻ ഇതും കണ്ടിട്ടുണ്ട്. ഐ ഓൾവേസ് ബിലീവ് TV-യിൽ കാണുന്നതാണ് കുറച്ചുകൂടെ കാണാനായിട്ട് നേരിട്ട് പോകുന്നത്. കാരണം അവർ ഒത്തിരി ഇത് നാളെ ആര് ജയിക്കുമെന്നാ? നാളെ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ എന്ത് പറയുന്നു? അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം രണ്ട് ടീമും വളരെ നല്ലതാണ്. പക്ഷെ കൂടുതൽ ആരാധകർ ഒരുപക്ഷെ അർജന്റീനയ്ക്ക് ആയിരിക്കാം. ഒരുപക്ഷെ ചരിത്രം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നു. ബട്ട് സ്പെയിനും വളരെ നല്ലൊരു ടീമാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. എന്നാലും പ്ലെയർ ആരായിരിക്കും? ഡിപ്പെൻസ്. ഓക്കെ. ഇപ്പം ബാക്ക് ടു കോളേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കോളേജ് സ്റ്റുഡൻസ് പഴയ പോലെ ആണോ, അതോ എന്തെങ്കിലും അച്ഛന് പ്രയാസമുണ്ടോ ഈ കോളേജ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ? കോളേജ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ എനിക്ക് സ്റ്റുഡൻസിൻ്റെ കുറവ് വല്ലതും ഉണ്ടോ? കൺവെൻഷണൽ വിഷയങ്ങൾക്ക് സ്റ്റുഡൻസിനുള്ള താല്പര്യം വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും സ്റ്റുഡൻസ് പണ്ടത്തെക്കാൾ കുറച്ചും കൂടെ കരിയർ ഓറിയൻറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി ചലഞ്ചസ് ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ അഡീഷണൽ സ്കില്ലുകൾ അക്വയർ ചെയ്യാനായിട്ട് അവർക്കൊരു താല്പര്യമുണ്ട്. നമുക്ക് കോളേജിൽ അങ്ങനെ ഒരു സ്കിൽ ഹബ് ഉണ്ട് താനും. സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ആഡ് ഓൺ കോഴ്സുകളും ഒക്കെ നമ്മൾ അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു പ്ലേസ്മെൻറ്റ് സെല്ല് നമ്മുടെ SB കോളേജിലുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് കോളേജിലെ വളരെ മീനിങ്ഫുള്ളായിട്ട് സീരിയസ് ആയിട്ട് പഠനം എടുക്കുന്നവർക്ക് അവിടുത്തെ പഠനം കഴിയുന്നതോടൊപ്പം തന്നെ ഒരു ജോലിയിൽ പ്രവേശിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കോളേജിലുണ്ട്. ഈ കോളേജിൻ്റെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഫിസിക്കൽ കണ്ടീഷനിൽ അച്ഛൻ എന്താ ഒരു ചലഞ്ച്, ബിഗസ്റ്റ് ചലഞ്ച് SB കോളേജിന്? ചലഞ്ച് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യണം. സ്മാർട്ട് ക്ലാസ് റൂംസ് വേണം, പുതിയ അക്കാദമികമായിട്ട് സൗകര്യങ്ങൾ വേണം, നല്ല ലാബുകൾ വേണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് നാഷണൽ ഇൻ്റർനാഷണൽ എക്സ്പോഷർ വേണം, കൊളാബറേഷൻസ് വേണം പ്രദേശത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ട്. ഇതിനൊക്കെയുള്ള ഒരു സപ്പോർട്ട് നമുക്ക് പലയിടത്തു നിന്ന് കിട്ടിയേ തീരും. താങ്ക് യു അച്ഛൻ. താങ്ക് യു. ഈ ഹ്യൂസ്റ്റൺ വോയിസിനോട് സഹകരിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. We the alumni will try to support the best possible. Thank you. You're welcome. Thank you.